ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിൽക്കി കോട്ട സാരിയാണ്. ഇതൊരു ചിക്കോ ഷെയ്ഡിൽ സൈഡിൽ നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്, അതുപോലെ ഇതിൻ്റെ ബോർഡറിൻ്റെ എൻഡിൽ സ്കാലപ്പ് വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഈ സാരി നമുക്ക് ഡെയിലി യൂസ് ചെയ്ത് വാഷ് ചെയ്യണമെങ്കിലൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല. അയണിങ് വേണ്ട, ഒന്നും വേണ്ട. വളരെ യൂസ് ചെയ്യാൻ എളുപ്പം, അതുപോലെ വെയർ ചെയ്യാനും എളുപ്പം. ഇതിപ്പോൾ ഇതിൽ ഈ ഡിസൈൻ ത്രെഡ് വർക്ക് വന്നിരിക്കുന്ന കാരണം ഇത് ട്രാൻസ്പെറൻ്റ് ആണെന്നുള്ള ഭയവും ഇതിന് വേണ്ട. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഈ എംബ്രോയ്ഡറി വർക്ക് കംപ്ലീറ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ വരുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരിക. ഇത് വെയർ ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിത് വെയർ ചെയ്താലും ഒതുങ്ങി കിടക്കുന്നതാണെന്നുള്ളത്. ഒട്ടിക്കിടക്കില്ല, നല്ല ഒതുങ്ങി നമുക്ക് ഭംഗിയായിട്ട് തന്നെ വെയർ ചെയ്യാവുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്കൊന്ന് കാണാം. നല്ലൊരു പീച്ച് ഷെയ്ഡ്, ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളർ പാറ്റേണിലാട്ടോ ഇതിനകത്ത് എല്ലാ കളറുകളും. അപ്പോൾ ഇച്ചിരി കളർ കുറഞ്ഞവർക്കോ അതുപോലെ വെളുത്തവർക്കോ എങ്ങനെയുള്ളവർക്കായാലും ഇണങ്ങുന്ന കളർ പാറ്റേണിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഈ ത്രെഡ് വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. 2.5 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് വരിക. പല്ലു ഉണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വേണ്ടോ, അങ്ങനെ നൂല് പൊങ്ങിയിട്ടോ അങ്ങനെയൊന്നുമില്ല. സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് വർക്കായിട്ട് വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസിൽ സ്കാറ്റേഡായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഇതിൻ്റെ ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോഡി പാർട്ടിലേക്ക് ഈ സൈഡിൽ ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഹാഫായിട്ട് ആ ത്രെഡ് വർക്കും അതുപോലെ ബോർഡറും കൂടിയാണ് വന്നിരിക്കുന്നത്. പിങ്കിൻ്റെ ഒരു ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. എല്ലാത്തിനും ആ ഒരു കളർ കോംബോ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഒരു ഗ്രീന്, അതിനാ കോമ്പിനേഷനായിട്ടുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് പോലെ ചെയ്തിരിക്കുന്നു. പല്ലുവിൽ ഫുള്ളായിട്ടും വരുന്നുണ്ട്. രണ്ട് സൈഡിലും ഈ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസ് പീസിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ടിൽ ഇങ്ങനെയാണ് വരിക. ആ ത്രെഡ് വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗം ആകുമ്പോൾ ഹാഫായിട്ടുമാണ് വരിക. ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാട്ടോ ഈ സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനും ആ കോമ്പിനേഷനിൽ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കളർ കണ്ടോ, അത് തന്നെയാട്ടോ അതിൻ്റെ കൂടുതൽ ഭംഗിയാക്കുന്നതും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ വരിക. വിത്ത് ബ്ലൗസ് പീസിൽ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ബോഡി പാർട്ടിൽ ത്രെഡ് വർക്ക്, അതുപോലെ രണ്ട് സൈഡിലും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ടും ആ വർക്കുകൾ വരുന്നു. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വിടർത്തുന്നില്ല. എല്ലാം സെയിം തന്നെ. വിത്ത് ബ്ലൗസാണ്, അതുപോലെ സിൽക്കി കോട്ടയിലാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ടും ഇതിൽ ത്രെഡ് വർക്കാണ് വരിക. ബോഡി പാർട്ടിൽ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ആ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. അതുപോലെ ഇതിൻ്റെ ഈ എംബ്രോയ്ഡറി വർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നു. റേറ്റ് വരുന്നത് 2525. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.